എന്താ രാമേന്ദ്ര പ്രശ്നം? ബിന്ദു മേനോൻ ഇന്ന് ഏഷ്യാനെറ്റ് ന്യൂസിനോട് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ആദ്യം കേൾക്കാം. ആരോടും പറയാതെ അവിടെ പോയി ഞാൻ വാതിൽ തുറന്നു. ശാന്തൻ എന്ന് പറയുന്ന ഡ്രൈവറായിരുന്നു. ഞാൻ ഉള്ളിലേക്ക് ചാടി ഓടി കയറി ബെഡ്റൂമിൽ പോയി കണ്ടത് എനിക്ക് വട്ടാണോ? ശാന്തൻ ഓടി വന്ന് എന്നെ തടയാനും ഞാൻ ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോ എനിക്ക് ഐ കനോട്ട് എക്സ്പ്ലെയിൻ ഞാൻ എന്ത് കണ്ടു. മോശത്തിനെക്കാട്ടും പറഞ്ഞാൽ അറിയാത്ത എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണ്ടേ? ഒളിച്ചു വയ്ക്കാനൊന്നുമില്ല. കേരളത്തിലെ ജനതയോട് ഒളിച്ചു വയ്ക്കാനൊന്നുമില്ല. പ്രണയം ഒരു കുറ്റമല്ല. നിങ്ങളിൽ എല്ലാവർക്കും പ്രണയമുണ്ട്. എന്നെ കേൾക്കുന്നവർക്കുണ്ട്. ചിലർ ഒളിച്ചു വയ്ക്കുന്നു, പരസ്യമായി പറയുന്നു. നിനക്ക് നാണമുണ്ടോ? ഇയാളെയൊക്കെ ചാട്ടവാറിനടിക്കല്ലേ വേണ്ടത്? പ്രതികരിക്കുമോ എന്ന് ചോദിച്ച് കഴിഞ്ഞ കുറെ നാളുകളായി സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയിരുന്ന നേതാക്കൾ പലരെയും ഞങ്ങൾ വിളിച്ചു. പ്രത്യേകിച്ചും CPM-ലെ ഇടതുമുന്നണിയിലെ നേതാക്കളെ വിളിച്ചു. അവരാരും തന്നെ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറല്ല എന്നാണ് പറയുന്നത്. എന്റെ ഇമേജ് എനിക്ക് നോക്കണ്ടേ? അപ്പോൾ സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ, സ്ത്രീകളോടുള്ള നിലപാടിന്റെ കാര്യത്തിൽ രാഷ്ട്രീയം ഏറ്റവും മുന്നിൽ നിൽക്കുന്നു എന്ന് വേണോ മനസ്സിലാക്കാൻ? പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. പരാതി തരണം. പരാതി തരാൻ ഞങ്ങൾക്ക് മുമ്പോട്ട് നീങ്ങാൻ കഴിയില്ല. അപ്പോൾ അവർക്ക് റിട്ടേൺ കംപ്ലൈന്റ് ഇല്ല. എനിക്ക് കംപ്ലൈന്റ് ഉണ്ട്, പക്ഷേ റിട്ടേൺ കംപ്ലൈന്റ് അല്ല എന്ന് പറയുന്നു. അപ്പോൾ ഉടനെ പിങ്ക് പോലീസിനെ വിളിക്കുന്നു. പിങ്ക് പോലീസിനോട് ഇതേ കാര്യം തന്നെ അവരും പറയുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ഞാൻ എന്താണ് പരാതി തരണമെങ്കിൽ തന്നോളാം എന്ന് പറഞ്ഞ് മടക്കി വിടുകയാണെന്നാണ് അറിയുന്നത്. ഏതായാലും അവരകത്ത് സാധനങ്ങൾ എടുക്കാൻ തിരികെ കയറുമ്പോൾ ഈ തന്നെ ഉപദ്രവിക്കുമെന്ന് തനിക്ക് പേടിയുള്ള ഭർത്താവ് അകത്തുണ്ടായിട്ടും താൻ സാധനങ്ങൾ എടുക്കാൻ പോയത് പുറത്ത് പോലീസ് ഉണ്ടായെന്ന ആത്മവിശ്വാസത്തിലാണ് എന്നാണ് ബിന്ദു മേനോൻ പറഞ്ഞത്. തിരിച്ചു വന്നപ്പോൾ പോലീസ് കിടന്നിട്ട് താഴെ കിടന്നിട്ട് കൂടെ പോലുമില്ല, ആരുമില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ബിന്ദു മേനോൻ പോലീസിനെ മടക്കി അയച്ചു എന്ന വിവരം താങ്കൾക്ക് എവിടെ നിന്നാണ്? അയ്യോ, അതിന്റെ ട്രേഡ് സീക്രട്ടാ, ഞാൻ പുറത്തു പറയില്ല. അല്ല, മടക്കി അയക്കുകയല്ല, അവർ മടക്കി അയക്കേണ്ട കാര്യമില്ല. പരാതി തരാൻ തയ്യാറല്ല, രേഖാമൂലം പരാതി തരാൻ തയ്യാറല്ല എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് അവിടെ നിൽക്കില്ല. അതേ ഉള്ളൂ കാര്യം. ചിറ്റപ്പാന്ന് മാത്രം ഞാൻ ഇതുവരെ വിളിച്ചിട്ടുള്ളൂ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. സുരക്ഷിതമായി അവിടെ നിന്ന് പുറത്തേക്ക് ഇറക്കാനുള്ള ഉത്തരവാദിത്വം പോലും ഈ സ്ത്രീകൾക്ക്, ഈ വന്ന പോലീസിന്, പിങ്ക് പോലീസോ എന്ത് പോലീസോ ആവട്ടെ, പോലീസിന് ഇല്ല എന്നാണോ താങ്കൾ പറയുന്നത്? വന്നു, അവിടെ ഒരു സ്ത്രീ പ്രതിസന്ധി കിടപ്പുണ്ട്, അവർ പരാതി തരുന്നില്ല രേഖാമൂലം, അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോയേക്കാം എന്ന് വിചാരിക്കണം പോലീസ്. അതാണോ പോലീസിന്റെ ഉത്തരവാദിത്വം? ഇതാണ് മാനുഷിക പരിഗണന. അതെ, അവരും അങ്ങനെ പ്രാണഭയത്താൽ നിലവിളിച്ച് പോലീസിന്റെ ഹെൽപ്പ് ആവശ്യപ്പെടുകയായിരുന്നുള്ള അവർ പറഞ്ഞാൽ ഈ നിമിഷം വരെ ഞാൻ അറിഞ്ഞിട്ടില്ല, കേട്ടിട്ടുമില്ല. കൊടുത്തിട്ട് കണ്ണാടി എടുത്ത് കാണിച്ചു കൊടുക്കണം, അപ്പ കാണും. അവരുടെ വർത്തമാനങ്ങളിൽ നിന്നും കേട്ടിട്ടില്ല. അവര് പറഞ്ഞിട്ടുണ്ട്, അവർ പ്രാണഭയത്താൽ നിലവിളിച്ചു, അതുകൊണ്ട് നിങ്ങൾ എന്നെ രക്ഷിക്കണം, അല്ലെങ്കിൽ എനിക്ക് ഇവിടെ പോകാൻ മാർഗമില്ല. എനിക്ക് നല്ല ഭയമുണ്ടായിരുന്നു എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. താങ്കൾ ഒരു പക്ഷേ ഇതിന്റെ ചില ഭാഗങ്ങൾ മാത്രമേ കേട്ട് കാണൂ. അത് നിനക്ക് നേരത്തെ അറിയാമായിരുന്നു? ഏകദേശം അറിയായിരുന്നു. ഒരു മന്ത്രിയാണ്, കേരളത്തിലെ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നേതാവാണ്. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ജനറേഷൻ ഉണ്ട്, ഇപ്പോഴത്തെ യങ് ജനറേഷൻ, കമ്മിങ് ജനറേഷൻ, ന്യൂ ജനറേഷൻ ആയിട്ടുള്ള എല്ലാവരും. അപ്പോൾ എന്ത് സോഷ്യൽ മെസ്സേജാണ് ഇത്തരം സംഭവങ്ങളിലൂടെ കൊടുക്കുവാൻ KB ഗണേഷ് കുമാർ എന്ന മന്ത്രിക്ക് സാധിക്കാം? മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതെല്ലാം കണ്ടുപഠിക്കുന്ന യുവതലമുറ എങ്ങനെയായി തീരുമെന്നുള്ളൊരു വലിയ ചോദ്യത്തിലേക്കാണ്. മൂല്യങ്ങളുടെ ഒരു വലിയ പുരോഗമനപരമല്ലാത്തൊരു സഞ്ചാരത്തിലേക്ക്. മനോജ് കുമാർ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ മനോജ് കുമാർ, ഇതാദ്യമായല്ല മന്ത്രി KB ഗണേഷ് കുമാറിനെതിരെ ഗാർഹിക പീഡന പരാതി ഉണ്ടാകുന്നത്. അദ്ദേഹം മികച്ച പൊതുപ്രവർത്തകനാണെന്നൊക്കെ അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. പക്ഷെ സ്വന്തം വീട്ടിൽ നീതി ഉറപ്പാക്കാൻ കഴിയാതെ അദ്ദേഹം പിന്നെ എങ്ങനെയാണ് സ്വയം മികച്ച പൊതുപ്രവർത്തകൻ എന്ന് വിലയിരുത്തുക? ഒരു വിഷയം ഉണ്ടായി, പക്ഷെ അത് വെറും ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു വീട്ടിലെ പ്രശ്നം പോലെ അല്ലാതെ അതിനൊരു വലിയ കാര്യമായി അത് എടുക്കേണ്ട കാര്യമില്ല എന്നാണ് എന്റെ വിശ്വാസം. പിന്നെ ഇതാണോ? അതെ, എന്താ കുഴപ്പം? സാധാരണ വീട്ടിലുണ്ടാകുന്ന ഒരു പ്രശ്നം ആയിട്ടാണോ താങ്കളുടെ ബന്ധുവായ ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു ഭാര്യ അവർ കാണരുതാത്ത സിറ്റുവേഷനിൽ ഭർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞത് മാത്രമല്ല ശ്രീ മനോജ്, ഒരു നിമിഷം, ഒരു സ്ത്രീക്ക് അവരുടെ ജീവൻ അപായം പോലും ഉണ്ടായേക്കാമെന്ന മട്ടിൽ ആ വീട്ടിൽ പൂട്ടിയിടപ്പെട്ടു, പോലീസ് വന്നിട്ട് തിരിച്ചുപോയി. ഈ സാഹചര്യത്തെയാണോ മനോജ് കുമാർ ഒരു നീ കാര്യം പറയപ്പോ അന്വേഷിച്ചപ്പോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അവിടെ നടന്നിട്ടില്ല. അതിനകത്ത് ഞാൻ പിന്നെ ഈ ബിന്ദു മേഡമായിട്ടും എനിക്ക് നല്ല ബന്ധം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, അവര് ഒരിക്കലും അങ്ങനെ ഒരു ഇതായിട്ട് പെരുമാറുന്ന ഒരു ലേഡിയല്ല. സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ ബിന്ദു മേനോൻ പറയുന്നത് കള്ളമാണെന്നാണോ
മനോജ് അങ്ങനെ പറയുന്നത്. ഞാൻ പറഞ്ഞില്ല. ചില ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്, ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഇത്ര നേരമൊന്നുമല്ലല്ലോ പറഞ്ഞേ. അത് പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞല്ലോ, അത് ഇന്നോ നാളെയോ ആയി പരിഹരിക്കപ്പെടുന്ന ഒരു ഭാര്യയും ഭർത്താവുമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് മാത്രമേ അതിനെ കാണാൻ ഇപ്പോൾ പറ്റുള്ളൂ. കാരണം അത് അവര് ഒരു പരാതി കൊടുക്കുകയോ അല്ലെങ്കിൽ അവര് ഗണേഷ് കുമാറിനെതിരെ എന്തെങ്കിലും നീക്കങ്ങൾ നടത്തുകയോ ചെയ്തിട്ടില്ല. അപ്പൊ എനിക്കൊരു സംശയം. എന്റെ ഒരു സംശയം, ഒരു സ്ത്രീ പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് വിളിക്കുന്നത്, വീട്ടിലൊരു വാക്കേറ്റം ഉണ്ടായാൽ ഉടനെ പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് വിളിക്കും. അവരെ പൂട്ടിയിടപ്പെട്ടു, അവരെ തുറന്നു വിടാൻ അവർ അപേക്ഷിച്ചു എന്നവർ ചുമ്മാതെ പറയും. നമുക്കൊക്കെ തോന്നുന്നത് അവന് തോന്നുന്നില്ല. അല്ല, അത് അവർ പറയുന്നതിനകത്ത് കുറച്ചൊക്കെ സത്യം കാണും. കാരണം അതൊന്നും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ഒരിക്കലും അങ്ങനെ അതൊരു സത്യമല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തൊരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഞാൻ അവിടെ നിന്ന് മനസ്സിലാക്കിയത്, ഇവര് ഭാര്യയും ഭർത്താവുമായിട്ടുള്ള ഒരു പ്രശ്നം, ആ പ്രശ്നത്തിൽ ചില ഇടപെടലുകൾ നടന്നു, അതുമായി ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം ഉണ്ടായി എന്നുള്ള രീതിയിലാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒന്ന് നിർത്തണോ തന്റെ ഈ പുളു? താങ്കൾ മനസ്സിലാക്കിയതുപോലെ അല്ലല്ലോ ബിന്ദു മേനോൻ എന്ന് പറഞ്ഞത്. അവർ തന്റെ ഭർത്താവിനെ അരുതാത്ത സാഹചര്യത്തിൽ കണ്ടു, അതിന്റെ ചിത്രങ്ങൾ പകർത്തി, അതേ ചൊല്ലി വാക്കേറ്റമുണ്ടായി, അവരുടെ ഫോൺ പിടിച്ചു മേടിക്കാനുള്ള ശ്രമം ഉണ്ടായി, പ്രാണഭയത്താൽ അവർ പോലീസിനെ വിളിച്ചു. ഇവനെ സൂക്ഷിക്കണം, ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. ഗണേഷ് കുമാറിന്റെ ഭാഗത്തുനിന്ന് ഇന്നൊരു മോശം പരാമർശം ബിന്ദു മാഡത്തിനെ കുറിച്ചുണ്ടായി. അതായത് 112 വിളിക്കുന്നത് വട്ടുള്ളവരാണ് എന്ന് പറഞ്ഞു. ആ നാക്കുപിഴ ശ്രീ മനോജ് കുമാർ, നാക്കുപിഴയോ? താങ്കളൊക്കെ എങ്ങനെയാണ് ഇത്ര ലാഘവത്തോടെ ഇതിനെ കാണുന്നത്? ഒരു മന്ത്രി ഈ 112ലേക്ക് വിളിക്കുന്നവർക്ക് വട്ടാണെന്ന് പറഞ്ഞതിന്റെ നാക്കുപിഴയായിട്ടാണോ താങ്കൾ കാണുന്നത്? ഈ വേട്ടാവളിന് എന്നായി പറയുന്നത്? അല്ലെങ്കിൽ പുള്ളി അത് പറഞ്ഞതിനകത്ത് പറ്റിയ അബദ്ധമാണ്. ഒരിക്കലും പുള്ളി അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതിൽ നിന്നുണ്ടായ ഒരു പ്രശ്നം എന്നല്ലാതെ അതിനകത്ത് മറ്റൊരു വിഷയമില്ല എന്നാണ് ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത്. പോലീസിന്റെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച വന്നെന്ന് മനോജ് കുമാർ കരുതുന്നുണ്ടോ? ഇല്ല, പോലീസിന്റെ ഭാഗത്ത് നിന്ന് എങ്ങനെ വീഴ്ച? ഇപ്പൊ 112 വിളിച്ചു, പോലീസ് എത്തി എന്ന് പറയുന്നു. അതിനുശേഷം ഒരു കോഗ്നിസിബിൾ ഒഫൻസ് ആണെങ്കിൽ മാത്രമേ കേസ് എടുക്കാൻ പറ്റുള്ളൂ. ഇത് പരാതിയില്ലാതെ ഒരു കോഗ്നിസിബിൾ ഒഫൻസ് അല്ലാത്തടത്തോളം പോലീസിൽ എങ്ങനെ കേസ് എടുക്കാൻ പറ്റും? ഒരു സ്ത്രീ തന്റെ പ്രാണന് ഭീഷണിയുണ്ട്, തന്റെ ജീവന് ഭീഷണിയുണ്ട് എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റാത്ത പൊട്ടന്മാരാണോ പോലീസ്? അവർ സ്ത്രീയെ സുരക്ഷിതയായി ആ വീടിന് പുറത്തെത്തിക്കുക എന്നുള്ള അടിസ്ഥാനപരമായ കാര്യം ചെയ്യണ്ടേ? എല്ലാം രേഖാമൂലം എഴുതി വാങ്ങിയിട്ടേ പോലീസ് ചെയ്യുള്ളൂ. ഇവിടെ നിന്നാൽ എന്റെ പണി പോവും. ഇവിടെ ശരി, അദ്ദേഹത്തിന്റെ ടെലിഫോൺ ലൈൻ കട്ടായി തിരിച്ചു വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഈ ജിതിൻ ദേവ് രേഖാമൂലം പരാതി കൊടുത്തില്ലല്ലോ എന്നാണ് ഒരു ആക്ഷേപം. അതിന് മറുപടി പറയാം. രണ്ടാമത്തെ കാര്യം, മന്ത്രിയുടെ വീട്ടിൽ പോലീസ് കയറരുത് എന്ന് പറഞ്ഞു പോലും. അങ്ങനെ ഒരു നിയമം കേരളത്തിലുണ്ടോ? മന്ത്രിയുടെ വീട്ടിൽ എന്ത് കൊലപാതകം നടന്നാലും കണ്ടില്ല എന്ന മട്ടിൽ പോലീസ് പോയിക്കൊള്ളണം എന്നാണ്? ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. ഇവിടുത്തെ ക്രമസമാധാന നില ആകെ താറാറിലായിരിക്കുന്നു. നിപ്പച്ചന് മനസ്സിലായില്ലേ? നിഷ, ഇതിനകത്ത് നാം മനസ്സിലാക്കേണ്ടുന്നത്, ഇത് സമൂഹത്തിന് നാണക്കേടുണ്ടാകുന്ന ഒരു ഭരണ സംവിധാനം ഈ സംസ്ഥാനം ഭരിക്കുന്നു എന്നുള്ളതാണ് നാം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. തികച്ചും നിന്ദ്യമാണ്, നീചമാണ്, നിരുത്തരവാദപരമാണ്. സ്ത്രീ അവരുടെ ഭർത്താവിനെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കാണുന്നു, അവരതിൻ്റെ ഫോട്ടോഗ്രാഫ് എടുക്കുന്നു. അത് എടുത്തത് കണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫ് അവരുടെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങിക്കാനായിട്ട് ബലം പ്രയോഗിക്കുന്നു. പിന്നെ ഞങ്ങൾക്ക് ഇപ്പൊ അധികാരം കയ്യിലുള്ളതുകൊണ്ട് ഒരു പ്രശ്നമില്ല. ഗതികെട്ട് അവരുടെ ബന്ധു, ഇവിടെ ശ്രീ എം ജെ ശേഖ മാഡം അവരുടെ ബന്ധുവാണ്, വിളിക്കാൻ പറയുന്നു. 112 വിളിച്ചപ്പോൾ വന്ന പോലീസ് കാത്തു നിൽക്കുകയാണ് മന്ത്രിയുടെ ഓർഡറിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ അനുവാദത്തിന് വേണ്ടിയിട്ട്. എന്ത് ഗതികേടിലേക്കാണ് ഈ സംസ്ഥാനം പോയിക്കൊണ്ടിരിക്കുന്നതെന്നല്ലേ നാം മനസ്സിലാക്കേണ്ടുന്നത്. ഇദ്ദേഹമാണ് നാട് സംരക്ഷിക്കാൻ നടക്കുന്നത്. ഇദ്ദേഹം മന്ത്രിയാണെന്ന് പറയുന്നത് നമുക്ക് ലജ്ജ തോന്നുന്നു. ഇതൊക്കെയാണ് പറയുന്നത് നിഷ. 5000-ഓളം പ്രണയം എനിക്കുണ്ട്, അതിനെന്താ കുഴപ്പം? ഗാന്ധിജിയെ കോട്ട് ചെയ്യുന്നു, മറ്റു പലരെയും കോട്ട് ചെയ്യുന്നു. ഇതിനൊക്കെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞാൻ നല്ലൊരു പൊതുപ്രവർത്തകരാണ്. നോക്കൂ ശ്രീ കെ വി ഗണേഷ് കുമാർ, അങ്ങേക്ക് വോട്ട് ചെയ്തവർ മാത്രമല്ല ഈ നാട്ടിലുള്ള ജനങ്ങൾ, അങ്ങയെ എതിർത്ത് വോട്ട് ചെയ്തവരുടെയും കൂടെ ജനപ്രതിനിധിയാണ് അങ്ങ് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ സാധിക്കുന്നത്? അങ്ങ് ഒരു വ്യക്തി മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് 5000 പേരെയോ 10000 പേരെയോ 1,00,000 പേരെയോ നിങ്ങൾ പ്രണയിക്കുകയോ കാമിക്കുകയോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. പക്ഷെ ഇവിടെ നിങ്ങൾ ഒരു മന്ത്രിയായിട്ട് നിൽക്കുകയാണ്. ആ പ്രിവിലേജിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ചെറ്റവർത്താനം പറയല് മനസ്സിലായോ?
ആ പ്രിവിലേജിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ തരത്തിലേക്ക് ഒരു ചെറിയ പാർട്ടിയായ KB ഗണേഷ് കുമാറിന് അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ നേതാവായ KB ഗണേഷ് കുമാറിന് സാധിക്കുന്നുണ്ടെങ്കിൽ എന്ത് സ്ത്രീ സുരക്ഷയാണ് ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് നൽകുന്നത്? സാറിന്റെ മൂക്കിന് താഴെ ഇങ്ങനെ ഒരു തോന്നിവാസം നടക്കുമ്പോൾ നോക്കിയേക്ക്. വളരെ മോശം. ഇവിടെ പരാതി പറയുന്നവർ വ്യക്തിഹത്യ ചെയ്യപ്പെടുന്നു, പരാതി പറയുന്നവർക്ക് വട്ടാണെന്ന് പറയുന്നു, പരാതി പറയുന്നവർക്ക് വേണ്ടുന്ന സംരക്ഷണം കിട്ടുന്നില്ല. സ്വമേധയാ ഇതിനകത്ത് ആക്ഷൻ എടുക്കേണ്ട പോലീസ് ഏതോ ആരെ പേടിക്കൂ? എന്തിനാണ് പിണ്ടത്തെ പേടിക്കുന്നത്? ആലോചിക്കുമ്പോ തന്നെ കഷ്ടം തോന്നുന്നു. പിണ്ടത്തിന്റെ ഭയപ്പെടുത്തൽ കാരണം വാതുക്ക കാത്തു നിൽക്കുകയാണ്. പിങ്ക് പോലീസിനെ വിളിച്ച് ഇവരെ കൂട്ടിക്കൊണ്ടുപോകാൻ പറയുകയാണ്. എന്തുമാത്രം ഗതികേടിലേക്കാണ്, എന്തോ ഒരു പേടിയുണ്ട്. എന്തുമാത്രം മലീമസമായാണ് കേരളത്തിന്റെ രാഷ്ട്രീയം പോകുന്നത്. കുമാറിന്റെ ആത്മവിശ്വാസത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം തനിക്കെതിരെ എന്തെല്ലാം വന്നാലും പത്തനാപുരത്തെ ജനങ്ങൾ തനിക്ക് വോട്ട് ചെയ്യൂ എന്നുള്ളതാണ്. ഈ കാണുന്ന ജനങ്ങൾ അല്ലെങ്കിൽ ഇവർക്ക് വോട്ട് ചെയ്യാത്ത ഒരു വിഭാഗം അപ്പുറത്ത് നിൽപ്പുണ്ടല്ലോ, അവർക്ക് ഇതൊക്കെ എങ്ങനെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നു? അപ്പൊ ഇത്തരത്തിൽ ചില രാഷ്ട്രീയ മാടമ്പിത്തരം കാണിച്ച് മുന്നോട്ട് പോകുന്നവരെ നിലയ്ക്ക് നിർത്താൻ കേരളത്തിലെ ജനസമൂഹം തയ്യാറാകണം. 100% സാക്ഷരതയുള്ള അല്ലെന്നുണ്ടെങ്കിൽ ചിന്താശേഷിയുണ്ടെന്ന് അവകാശപ്പെടുന്ന കേരളത്തിന്റെ പൊതുസമൂഹം ഇതൊക്കെ വിലയിരുത്താൻ തയ്യാറാകണം. രാഷ്ട്രീയക്കാർ കൊള്ളരുതായ്മ കാണിച്ചാൽ വോട്ടിങ്ങിലൂടെ പുറത്താക്കാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട്. അല്ലാതെ എങ്ങനെയാണ് ഒരു പൊതുപ്രവർത്തകരെ വിലയിരുത്തേണ്ടത്? 1000-ഓളം 5000-ഓളം പ്രണയമുണ്ട്. ഇതൊക്കെ പ്രണയമാണോ? ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കുമോ? ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ പറഞ്ഞ് ഇതിനൊക്കെ അധപ്പതനം എന്നല്ലാതെ എന്ത് പറയാൻ? ഉളുപ്പുണ്ടടാ ചക്കണക്ക്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറ്റൊരു വാക്കുണ്ട്, 5000 പ്രണയങ്ങൾ എനിക്കുണ്ട്. ദേവേന്ദ്ര ശ്രീ KB ഗണേഷ് കുമാറിനോടാണ് പ്രണയം എന്നുള്ള പദം താങ്കൾ ഉപയോഗിക്കരുത്. താങ്കൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ പദങ്ങൾ മറ്റു പലതുമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള പദങ്ങളാണ് താങ്കളുടെ ജീവിത ശൈലിയുമായി ചേർന്ന് നിൽക്കുന്ന പദങ്ങൾ. അതുകൊണ്ട് ദയവായി പ്രണയം എന്നുള്ള പദങ്ങൾ ഉപയോഗിക്കരുത്. ഇങ്ങനെ തന്നെ വേണം. ഏറ്റവും വലിയ പ്രഖ്യാതിയായ എഴുത്തുകാരിയും ഒക്കെ ആയിരുന്നു കമലാ സുരയ്യ. അപ്പൊ കമലാ സുരയ്യൊക്കെ വിളിച്ചിരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ പോലെ അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ കോട്ട് ചെയ്തുകൊണ്ട് പറയുന്നത് അങ്ങേയറ്റം അപമാനകരമാണ്. താങ്കൾക്ക് വായനാശീലമില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ കമലാ സുരയ്യ താങ്കൾ ഉദ്ദേശിക്കുന്ന ആളല്ല എന്നുകൂടി മാത്രമാണ് ഇതിൽ എനിക്ക് പറയാനുള്ളത്. ഇനി അത് മനസ്സിലാക്കാനുള്ള വിവരം വേണ്ടേ? ഇവിടെ ശ്രീ M ജയചന്ദ്രൻ, ശ്രീ മനോജ് എന്നിവർ സംസാരിച്ചു. എനിക്ക് അവരോട് വ്യക്തിപരമായി സഹതാപം മാത്രമേ ഉള്ളൂ. കാരണം ഒരു കേസിനെ കുറിച്ചും പരാതി വന്നിട്ടില്ല എന്നും പരാതി റിട്ടേണായി കിട്ടിയില്ല കേസ് എടുക്കണമെങ്കിൽ എങ്ങനെ വേണമെന്നും അവർ തമ്മിൽ സംസാരിച്ച് പരിഹരിക്കാവുന്ന വീടിനകത്തെ ഒരു പ്രശ്നമാണ് എന്നും അങ്ങനെ പറയുമ്പോൾ ഈ വീടിനകത്തെ നിരത്തുകളിലെ ഇത്തരം പ്രശ്നങ്ങളെയൊക്കെയാണ് നിയമ സംവിധാനത്തിൽ ഞങ്ങൾ നിയമപരമായി പ്രശ്നങ്ങളായി പറയുകയും ചൂണ്ടിക്കാണിക്കുകയും ഒക്കെ ചെയ്യുന്നതും നിയമപരമായി കേസെടുക്കേണ്ട സാഹചര്യം വരുന്നതും. അപ്പോൾ ഇവിടെ അത്തരത്തിൽ സഹതാപകരമായി സംസാരിക്കുന്നവർ പരാതിയെക്കുറിച്ചും ഇതിന്റെ കേസിന്റെ സാധ്യതകളെക്കുറിച്ചും ഒക്കെ പറയുന്നത് അങ്ങേയറ്റം ദയനീയമായ ഒരു കാഴ്ചയാണ്. പിന്നെ കുടുംബ ബന്ധം നിലനിർത്താൻ ഒരു 2 സ്ത്രീകളോ അല്ലെങ്കിൽ 3 സ്ത്രീകളോ അദ്ദേഹത്തിന്റെ ഭാര്യമാരായി വന്ന സ്ത്രീകളോടുള്ള വ്യക്തിബന്ധം കാത്തു സൂക്ഷിക്കാൻ സാധിക്കാത്ത ഒരു വ്യക്തിക്ക് ഈ സമൂഹത്തിലെ മറ്റ് സ്ത്രീകൾക്ക് വേണ്ടിയും മറ്റ് പുരുഷന്മാർക്ക് വേണ്ടിയും മറ്റ് കുട്ടികൾക്ക് വേണ്ടിയും വയോജനങ്ങൾക്ക് വേണ്ടിയും ഒക്കെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ നിലപാടുകൾ എടുക്കാൻ സാധിക്കുമെന്നുള്ളത് അങ്ങേയറ്റം വൈരുദ്ധാത്മകവും. അപ്പോൾ ആ വിശ്വാസത്തെയൊക്കെ ഖണ്ഡിച്ചുകൊണ്ട് പലതവണ വിവാഹിതനായ ഒരാൾ പറയുകയാണ് എനിക്ക് 5000 പ്രണയബന്ധങ്ങളുണ്ട് എന്ന്. അപ്പൊ മൂത്ത് നരച്ചിട്ട് നിർത്താറായില്ലേ? അത്തരത്തിൽ പറയുന്ന ഒരാളെ ധാർമ്മികമായി തങ്ങളുടെ മുന്നണിയുടെ ഭാഗമായി നിലനിർത്തുന്നതും മന്ത്രി എന്ന നിലയിൽ തുടരാൻ അനുവദിക്കുന്നതും ഒരു നിയമസഭാ സാമാജികനായിട്ടോ ഒരു MLA ആയിട്ടോ ഒരു ജനപ്രതിനിധിയായിട്ടോ തുടരുവാൻ അനുവദിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇരട്ടത്താപ്പാണ് എന്നുള്ളതിൽ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞങ്ങളൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല, ഞങ്ങൾ മൂകനുമാണ്. ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള ശ്രീ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ എടുക്കുന്ന നിലപാടുകൾ എന്താണ്? ഒരു കപ്പിനുള്ളിൽ അവരെ എഴുതി പിടിപ്പിച്ച് ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്ന് പറയുന്നുണ്ട്. എതിരെയാണോ പരാതി വരുന്നത്? അവർ ആരോപണ വിധേയൻ തങ്ങൾക്കൊപ്പമാണ് എങ്കിൽ ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്ന് പറയുന്നത് ആ ആരോപണ വിധേയനോടും, എന്നാൽ ആരോപണ വിധേയൻ പ്രതിപക്ഷ പാർട്ടിയുടെ ആളാണ് എങ്കിൽ ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്ന് പറയുന്നത് പരാതിക്കാരിയോടുമാണ് എന്ന് പറയുന്ന ഈ ഇരട്ടത്താപ്പിനെ തുറന്നു കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ അവസരം നമ്മൾ മനസ്സിലാക്കുന്നത്. പോക്കാണെങ്കിൽ നീ കൊണം പിടിക്കുമെന്ന് എനിക്ക് യാതൊരു വിശ്വാസവും ഇല്ല. നിഷ, ഇദ്ദേഹത്തിനെതിരെ ഒരു പ്രതിഷേധത്തിന്റെ സ്വരമെങ്കിലും ഉയർത്താൻ തയ്യാറായത് BJP മാത്രമാണ്. ഇന്ന് ഞങ്ങളുടെ ഒരു മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെ അറസ്റ്റ് വരിച്ചു ഇദ്ദേഹത്തിന് കരിങ്കൊടി കാണിച്ചത്. ഇദ്ദേഹത്തിനെതിരെയുള്ള പ്രതിഷേധ മാർച്ച് വൈകുന്നേരത്തോടെ നടക്കുന്നുണ്ട്. അപ്പൊ BJP കൃത്യമായ നിലപാടെടുത്ത് തന്നെയാണ്. അത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയായാലും ഗണേഷ് കുമാറിനെതിരെയായാലും സ്ത്രീകൾക്കെതിരെ അല്ലെങ്കിൽ സ്ത്രീകളെ ഉപയോഗിച്ച് ഒഴിവാക്കാനായിട്ടുള്ള ടൂളുകളായിട്ട് കണക്കാക്കുന്ന ഈ 2 കൂട്ടർക്കെതിരെയും BJPയുടെ നിലപാട് ഒന്ന് തന്നെയാണ്.